പ്രവർത്തനവും ഈ നിക്കാഹ് കഴിഞ്ഞിട്ടുണ്ടാവാൻ പാടില്ല. ഇത് അൽഹംദുലില്ലാഹ് വളരെ സന്തോഷത്തോടുകൂടെ നടക്കുന്ന ഒരു ഇബാദത്താണ്. അതിനൊരുപാട് നിബന്ധനകളുണ്ട്, ചട്ടങ്ങളുണ്ട്, അതിന് ഒരു വ്യവസ്ഥകളുണ്ട്. ഇത് പാലിക്കാതെ നമ്മൾ ചെയ്താൽ അവിടെയാണ് കുടുംബജീവിതത്തിൽ തകർച്ചകൾ ഉണ്ടാകുന്നത്. ഇവിടെയൊക്കെ കാണുന്ന ഒരു സംഗതിയുണ്ട്. പല ഭാഗങ്ങളിലുമൊക്കെ വിവാഹം കഴിഞ്ഞ് കൂട്ടുകാർ സന്തോഷത്തോടുകൂടി അവനെ കൊണ്ടുപോയി രാത്രി 2 മണി വരെ 3 മണി വരെ എവിടെങ്കിലൊക്കെ ഓനെ കറക്കി അങ്ങനെ പ്രയാസപ്പെടുത്തി കൊണ്ടുവരുന്ന ഒരു രംഗമുണ്ട്. ഇതിൽ ശപിക്കുന്ന ഒരു ടീമുണ്ട്. കാരണം നിങ്ങളെ രണ്ടുപേരെയും കാത്തു നിൽക്കുന്ന ഒരു ഭാര്യയുണ്ട്, അതുപോലെ തന്നെ വീട്ടിലുള്ള കുടുംബങ്ങളുണ്ട്. എവിടെയായി ചെക്കൻ പോയി നിൽക്കുന്നത്, എവിടെയാണ് നമ്മളെ പിയാപ്പിള പോയി നിൽക്കുന്നത് എന്ന് പറഞ്ഞ് ശപിച്ച് ഇവൻ വന്നിട്ട് വേണം നമുക്കൊന്ന് കിടന്നുറങ്ങാൻ. 2-3 ദിവസമായി നമ്മൾ ഇതിന്റെ പേര് ഉറക്കം പിടിച്ച് നിൽക്കുകയാണ്. അതുകൊണ്ട് അതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ഒരിക്കലും ഉണ്ടാവുക എന്നുള്ളത് ഈ നിക്കാഹ് കഴിഞ്ഞ് അതുപോലെ പ്രവർത്തനങ്ങൾ ഉണ്ടായാൽ അത്തഹിയാത്തിൽ പോയമായിരിക്കും. അത്തഹിയാത്തിൽ ഉളു പോയാൽ അത്തഹിയാത്ത് വരെ റെഡിയാണ് ഉസ്താദെ, ബാക്കി 3.5 റക്അത്ത് റെഡി തന്നെയല്ലേ? ഒക്കെ പോയി, എല്ലാം പോയി. അതുകൊണ്ട് ഇവിടെ വെച്ചുകൊണ്ട് നമ്മൾ ദുആ ചെയ്ത റാഹത്തോടെ സന്തോഷത്തോടെ നമ്മൾ ചെയ്യുന്ന കാര്യം ഇതുപോലെയുള്ള വേണ്ടാത്ത പ്രവർത്തികൾ നടക്കുക. അതുപോലെ ഇപ്പൊ ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്, ഒരു മയ്യത്തും കട്ടിലുമായ ഒരു പന്തലൊക്കെ ഉണ്ടാക്കി അതിന്റെ കൂടെ കുറെ പൂവിട്ട് 4 കാലിന് 4 ആൾ പിടിച്ച് പുതിയാപ്പള്ളി കുതിരന്റെ ഉള്ളിൽ അതിലാക്കി ഇങ്ങനെ കൊണ്ടുവന്ന് ഫോട്ടോ എടുത്ത് പലതും നമ്മൾ കാണുന്നു. സുബ്ഹാനല്ലാഹ്. അതുപോലെ JCBയുടെ കൊട്ടയിൽ പുതുവണ്ണിനെ കൊണ്ടുപോകുന്നു, തുറന്ന വാഹനത്തിൽ കൊണ്ടുപോകും. ഇതൊന്നും വലിയ ഉഷാറുള്ള കാര്യമൊന്നുമല്ല. ഇതിനെ ശപിക്കുന്ന കുറെ ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട അബൂബക്കറിനോടും ഖദീജയോടും മഹബത്തുള്ള ആളുകൾ ഒരിക്കലും ഈ ഒരു പ്രവർത്തനം നമ്മൾ നിർത്തണം. അപ്പൊ ഓനും ഞങ്ങളൊപ്പം കൂടിയിനി, അതുകൊണ്ട് ഞങ്ങൾക്ക് ഖളാ കിട്ടുന്നു. എല്ലാ സംഗതിയും ഖളാ വീട്ടിക്കൊള്ളുന്നില്ല അല്ലേ? ചിലർക്ക് പറയണം അബൂബക്കർ ഞങ്ങളൊപ്പം കൂടിയ ആളാണ്, അതുകൊണ്ട് ഓനെ അങ്ങനെ ചെയ്യണം. അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ അവന്റെ കുടുംബ ജീവിതത്തിന് അത് പ്രയാസം വരും എന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, എന്റെ കൂട്ടുകാർ, മുത്തുമോമിനീങ്ങൾ, നിങ്ങളത് ചെയ്യരുതേ എന്ന് ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഷാ അല്ലാഹ് ഒരു മജ്‌ലിസിൽ ഉണർത്തുകയാണ്. അല്ലാഹു ഇരു കുടുംബങ്ങളിലും അല്ലാഹു സന്തോഷം നൽകട്ടെ. സ്വാലിഹീങ്ങളായ മക്കൾ അല്ലാഹു നൽകുമാറാകട്ടെ. പരമ്പര ഹൈറിന്റെ അഹ്ലുകാരുടെ കൂട്ടത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. നവ ദമ്പതിമാർക്ക് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയ ഒരു ഗിഫ്റ്റ് ഉണ്ട്. ആ ഗിഫ്റ്റ് ഈത്തപ്പഴമല്ല, അണ്ടിപ്പരിപ്പല്ല, മുന്തിരിയല്ല. ബാറകല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ വജമഅ ബൈനകുമാ ഫീ ഖൈരിൻ വലതുഫിൻ വഅഫിയ. എല്ലാവരും ചേർന്ന് നിന്നുകൊണ്ട് നമുക്കത് കൊടുക്കാം. എല്ലാവരും ചൊല്ലട്ടെ. ബാറകല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ വജമഅ ബൈനകുമാ ഫീ ഖൈരിൻ വലതുഫിൻ വഅഫിയ. ബാറകല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ വജമഅ ബൈനകുമാ ഫീ ഖൈരിൻ വലതുഫിൻ വഅഫിയ. ബാറകല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ വജമഅ ബൈനകുമാ ഫീ ഖൈരിൻ വലതുഫിൻ വഅഫിയ. ഇതാണ് ഇന്ന് പ്രിയപ്പെട്ട അബൂബക്കറിന്റെ